ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ ഞാൻ ഇന്നൊരു കുക്കിംഗ് വ്ളോഗോ അല്ലെ ഫാമിലി വ്ളോഗോ ഒന്നുമല്ല. യൂട്യൂബിൽ എനിക്ക് പറ്റി കുറച്ച് അബദ്ധങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ, അപ്പോൾ എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കാര്യമാണ്, എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ യൂട്യൂബിനെ പറ്റി പറയാൻ പോകുന്നത്. അതായത് ഒരു യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും അറിയാതെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതായത് എങ്ങനെ വീഡിയോ ഇടണം ഒന്നും അറിയാതെ ടിക്ടോക്കിലും അല്ലെങ്കിൽ മോജ് ആപ്പിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ റീല് ചെയ്ത് ഇഷ്ടമുള്ള ഒരാളെന്ന നിലയിലാണ് യൂട്യൂബിലേക്ക് കുറച്ച് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒരു മൈൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോമഡി വീഡിയോസോ അല്ലെങ്കിൽ പാട്ട് വീഡിയോസോ അതിൽ കുറച്ച് അഭിനയിക്കുന്നത്, അതായത് ടിക്ടോക്ക് വീഡിയോ പോലുള്ള വീഡിയോകൾ ഇട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്ടം എനിക്കുണ്ട്, വീഡിയോസ് എടുക്കാനും ഇടാനും ഒക്കെ ഇഷ്ടമുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മുൻനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനെപ്പറ്റി ഒരു എന്താ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് എന്നൊക്കെ നമ്മളും എല്ലാവരെയും പോലെ ഞാനും യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് കുറേ ടെക് ചാനൽസ് കണ്ടു. അതിൽ നിന്നൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളുമൊക്കെ മനസ്സിലായാണ് ഞാൻ മുന്നോട്ട് യൂട്യൂബ് കൊണ്ടുപോയത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതും അല്ലെങ്കിൽ ഞാൻ എൻ്റെ അറിവില്ലായ്മ ചെയ്തു പോയ തെറ്റുമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അതൊരിക്കലും അപ്പോൾ ഒരു ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഒരാൾ ഇനി അത് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ചാനലിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തം കണ്ടന്റ് മാത്രം ഇടുക. ഓക്കെ, അതായത് അതിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു മുറ്റത്ത് നിൽക്കുന്ന ഒരു പൂവിൻ്റെ ആണെങ്കിൽ പോലും അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൂവിൻ്റെ അത് മാത്രം ഇടുക കേട്ടോ. അയൽവക്കത്തെ വീട്ടിലെ പൂവ് എടുത്തിട്ടിട്ട് നാളെ അവരത് വേറെ എവിടെയെങ്കിലും ഷെയർ ചെയ്താലോ, അതിപ്പോൾ വേറൊരു കണ്ടന്റും കൂടെ ആയല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ കണ്ടന്റ് മാത്രം ഇട്ട് കൊടുക്കാം. ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള ഒരു വീഡിയോയും എടുത്തിട്ട് അതിൽ എഡിറ്റ് ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടേതെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും കേട്ടോ ഗൈസ്. കാരണം അങ്ങനെ ചെയ്ത ഒരാളാണ്. കാരണം നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കുറേ ക്യൂട്ടായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ യൂട്യൂബ് തന്നെ അവിടെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതായത് റിമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അതായത് അവരുടെ വീഡിയോ ഇങ്ങനെ ഫുള്ളായിട്ട് മേളിൽ നിൽക്കും, നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അതിനൊക്കെ എനിക്ക് കോപ്പി റൈറ്റ് വന്നു കേട്ടോ. അപ്പം അതൊക്കെ എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. കാരണം കോപ്പി റൈറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നാൽ നമ്മുടെ ചാനലിന് പണി കിട്ടും. അതായത് നമ്മൾ ഈ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ്, ചില റീച്ച് കിട്ടിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റിമിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് എന്താ പറയുക ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ടു എന്ന് വെച്ചോ, നമ്മുടെ ഫേസും കാണും ഒരു സൈഡിൽ മറ്റേ വീഡിയോയും പ്ലേ ആവുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കാരണത്താൽ ആ ഇട്ട വീഡിയോ ആ ആള്, അതായത് നമ്മൾ ചെയ്ത വീഡിയോന്റെ ഒറിജിനൽ വീഡിയോ അവരവിടെ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്കും അത് ബാധിക്കും, നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര റീച്ച് കിട്ടിയ വീഡിയോസ് ആണെന്ന് പറഞ്ഞാലും അതിനെ കണ്ടന്റ് ആക്കിക്കൊണ്ട് നമ്മുടെ ചാനലിൽ ഒരു കാരണവശാലും ഇടാതിരിക്കാം. വേണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഇതിൽ സ്ട്രൈക്ക് കൊടുക്കാം, ഇല്ല ഏതെങ്കിലും കാരണത്താൽ അവരുടെ ഇത് ഡിലീറ്റ് ആയി പോയാലും നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ കണ്ടന്റ് ചെയ്യാതിരിക്കുക. ഒരു കാരണം കേട്ടോ, അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുക്കിംഗ് വീഡിയോ, ഇപ്പം ഞാനാണെങ്കിലും കുക്കിംഗ് വീഡിയോസ് ചെയ്യും, ഫാമിലി വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇതിലൊന്നും നമ്മൾ എന്താ പറയുക, കുഞ്ഞു കുട്ടികളുള്ള വീട്ടുകളാണെങ്കിൽ കുഞ്ഞു കുട്ടികളെ മാക്സിമം കാണിക്കാതിരിക്കുക. കാരണം ചെറിയൊരു ക്ലിപ്പൊക്കെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ മോളെയൊക്കെ ജസ്റ്റ് ഒന്ന്, എനിക്കറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ ഡെയിൻ ലൈഫ് ഒക്കെ എടുക്കുന്ന വീഡിയോക്ക് അതൊക്കെ കമൻറ്റ് ഓഫാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താ കമൻറ്റ് ഓഫ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൻ്റെ വീഡിയോ ആണ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മുടെ ഡെയിൻ ലൈഫ്. പക്ഷേ ഇതിനകത്ത് പലതവണ കുഞ്ഞുങ്ങളെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കിന് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ വീഡിയോ എന്ത് ചെയ്യും, കമൻറ്റ്സ് ഓഫാക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റെക്കമെൻഡേഷൻ കുറയും, മറ്റാൾക്കാരിലേക്ക് ചെല്ലാനുള്ള റെക്കമെൻഡേഷൻ യൂട്യൂബ് തന്നെ ഇത് കുറയ്ക്കും. അങ്ങനെ വീഡിയോസ് ഒക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ, അതായത് ഹാഫ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചപ്പോൾ പാൻറ്റീസ് മാത്രം ഇടിപ്പിച്ചുകൊണ്ടൊക്കെ ചെല്ലോ ആ കുഞ്ഞു കുട്ടികളല്ലേ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നമ്മൾ ഫുൾ നേക്കഡായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നിർത്തും. കുഞ്ഞുങ്ങളെ മാക്സിമം വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താതിരിക്കുക, അതൊരു കാര്യം. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് നമ്മൾ ഈ അതായത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കും അല്ലേ, നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മളെ അതായത് ഒറിജിനൽ സൗണ്ട് നമ്മൾ ഫുൾ അങ്ങ് മ്യൂട്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക. അപ്പം കുഴപ്പമില്ല, കാരണം നമ്മൾ ഒറിജിനൽ വീഡിയോ ആണ്, നമ്മൾ നമ്മുടെ ഫേസ് അതിൽ കാണിക്കുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് കാണിക്കുന്നില്ല, നമ്മൾ നേരെ കൊണ്ട് ക്യാമറ വെക്കുന്ന എങ്ങോട്ടാണ്, ചട്ടിക്കകത്തോട്ടാണ് അല്ലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്,
കടുക് ഇടുന്നതൊക്കെ ഞാൻ ചെയ്ത കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരുപാട് നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അല്ലെങ്കിൽ കടുക് പൊട്ടുന്ന സൗണ്ടൊക്കെ എക്സ്ട്രീമായിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ പറയുന്ന സൗണ്ടോടെ വെക്കുമ്പോഴത്തേന് ഒരു അരോചകം തോന്നും, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് തോന്നും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് ഒറിജിനൽ ഈ കടുക് പൊട്ടുന്ന സൗണ്ടൊക്കെ ഞാൻ അങ്ങ് ഫുള്ള് മ്യൂട്ട് ആക്കി വെക്കും. എന്നിട്ട് നമ്മുടെ സൗണ്ട് ഫുള്ള് ക്ലിയർ ആയിട്ട് പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഒറിജിനൽ സൗണ്ടിന്റെ ബാലൻസ് ചെയ്യുക, അതായത് അതൊന്ന് കുറച്ച് വെച്ചിട്ട് ഫുൾ മ്യൂട്ട് ചെയ്യാതെ ആ കടുകൊക്കെ പൊട്ടുന്ന ശബ്ദം നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അത് അരോചകം തോന്നാൻ പാടില്ല, കേൾക്കുന്ന ആൾക്ക് ഒരു ഡിസ്റ്റർബൻസ് തോന്നാനും പാടില്ല. അപ്പൊ അതൊന്ന് കുറച്ച് വോളിയം കുറച്ച് വെച്ചിട്ട് നമ്മൾ പറയുന്ന വോളിയം കൂട്ടി വെക്കുക. അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്വാസം എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഈ ഇവിടെ ഒറിജിനൽ വീഡിയോയുടെ വോയിസ് അവിടെ കേൾക്കും. അത് യൂട്യൂബിന് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ അതും ഒരു റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട്, അതായത് നമ്മൾ വേറെ ആരുടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ വോയിസ് കൊടുത്ത പോലെ യൂട്യൂബിന് ഫീൽ ചെയ്യാം. ചിലത് നമുക്ക് എന്തെങ്കിലും ഒരു ലെക്കിന് ചിലപ്പോൾ കിട്ടിപ്പോകും, പക്ഷെ പണി എവിടെ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ മുന്നോട്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടോ. ഈവൻ എനിക്കൊന്നും അറിയത്തില്ല, ഞാനിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാം തികഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല, ഇപ്പോഴും ഞാൻ പഠിച്ചത്. അപ്പൊ ഇപ്പൊ എനിക്ക് റീസെന്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിന് ഞാൻ എല്ലാം ശരിയായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നിലുള്ള ആർക്കെങ്കിലും ഇത് സംഭവിച്ചു പോയി, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, പുതിയ യൂട്യൂബേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തംബ്നെയിൽ കൊടുക്കുക, ക്യാപ്ഷൻ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ പേര് അടിപൊളി പേരായിരിക്കണം. എല്ലാവരും ഓൾമോസ്റ്റ് കുറെ ആൾക്കാർ സ്വന്തം പേര് തന്നെയാണ് വെക്കുന്നത്. അപ്പൊ ആ പേര് തന്നെ, ഈവൻ ഇപ്പൊ സ്നേഹ എന്നാണ് എന്റെ പേര്. അപ്പൊ എന്റെ ഈ പേര് ഒരുപാട് ചിലപ്പോൾ ചാനലിലെ ഗേൾസിനൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആ പേരുണ്ടോ എന്ന് ആദ്യം സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിന് പറ്റിയ ഒരു കണ്ടന്റ് നെയിം കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഹാർട്സ് ഓഫ് സ്നേഹ എന്നാണ്. ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ ഈ ഒരു പേരിടാൻ എൻ്റെ മെയിൻ കാരണം എനിക്ക് അച്ചാച്ചൻ പറഞ്ഞു തന്നൊരു പേരുമാണ്. അപ്പം നമ്മുടെ പേരുകൾ നല്ലൊരു രീതിയിൽ ആൾക്കാർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ പറയുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേര് പെട്ടെന്ന് രജിസ്റ്റർ ആവുന്ന രീതിയിലുള്ള ഒരു പേര് എന്തായാലും നമുക്ക് യൂട്യൂബിന് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ തംബ്നെയിൽ എന്ന് പറയുമ്പം ഞാൻ ആദ്യത്തെ തംബ്നെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫേസ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എൻ്റെ കണ്ണിലും മൂക്കിലും വായിക്കാത്തോടെ എല്ലാം എഴുതി കൊടുക്കുമായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പം ഒരു കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ നമ്മളൊരു ചിക്കൻ കറി വെക്കുന്നെങ്കിൽ ആ ചിക്കൻ കറിയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്കൂടെ കുറെ കലൂലാന്ന് എഴുതി കൊടുത്താൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ആ ചിക്കൻ കറി അത് അവിടെ മാറ്റി വെക്കാം, എഴുതാനുള്ളത് അതിന്റെ സൈഡിൽ കൂടെ എഴുതി പോകും. ഒരിക്കലും നമ്മൾ വെക്കുന്ന പിക്ചറിന്റെ മണ്ടയ്ക്കൂടെ നമ്മൾ ഒന്നും എഴുതി കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ തംബ്നെയിലിൽ ഒരുപാട് നമ്മൾ മിസ്റ്റേക്ക് സംഭവിക്കുന്ന കാര്യമാണ്. എനിക്ക് സംഭവിച്ച കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരും ചിലപ്പം നല്ല രീതിയിലായിരിക്കും ചെയ്തുകൊണ്ട് പോകുന്നത്. എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് ഈ കോപ്പിറൈറ്റിന്റെ മ്യൂസിക് പല സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പം മ്യൂസിക് എടുക്കുന്ന സമയത്ത് മാക്സിമം എല്ലാവരും YT സ്റ്റുഡിയോയിൽ പോയിട്ട്, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾക്ക് അതിനകത്ത് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ എന്തിനാണ് ഡേ ഇൻ മൈ ലൈഫിനകത്തൊക്കെ നമുക്ക് എല്ലാം ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് മ്യൂസിക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് തന്നെയുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇഷ്ടംപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ഇപ്പം ഒരുപാട് എഡിറ്റിംഗ് ആപ്പാണ്, അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മ്യൂസിക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക കേട്ടോ. സ്ഥലങ്ങളിലൊക്കെ ഞാൻ വന്നിട്ട് ഇങ്ങനെ നല്ല ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന കുഞ്ഞു ബേബീസിൻ്റെ ഒക്കെ ഇങ്ങനെ വീഡിയോസിൽ ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോസ് പോലൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് അങ്ങ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അങ്ങനെ ഡിലീറ്റ് ആക്കുന്നത് നമ്മുടെ ചാനലിന് നല്ലതല്ല, നമ്മുടെ ചാനൽ ഫ്രീസ് ആയിപ്പോൾ. അപ്പോൾ അതും നമുക്ക് നമ്മുടെ ചാനലിന് ഒട്ടും നല്ലതല്ല. പക്ഷേ നിവൃത്തിയില്ല, ചാനൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തു പോകുന്നതാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെയും നമുക്ക് ഒരു വീഡിയോ പോലും ഡിലീറ്റ് ആക്കേണ്ടി വരല്ലേ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വന്തം കണ്ടന്റ് മാത്രം ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാം കേട്ടോ. തന്നെ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഈ കുഞ്ഞു കുട്ടികളെ നേക്കഡായിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ ചിലപ്പോൾ ക്യൂട്ടാന്നുള്ള രീതിയിൽ അവരെ കുഞ്ഞുമക്കളെ കാണിക്കും, അല്ലെങ്കിൽ കത്തി കൊടുക്കുക, ബ്ലഡ് കാണിക്കുക. ഈ കിച്ചണിൽ നമ്മൾ മീനും അല്ലെങ്കിൽ ബീഫൊക്കെ കട്ടിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു ചോര പെരളുന്ന സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്ട്രൈക്ക് തരാനുള്ള ഓരോ കാരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ വീഡിയോ ചെയ്യും. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്താൽ മതിയാണ്, യൂട്യൂബിലെ വീഡിയോ ഇട്ട് വെച്ച് നമ്മൾ എല്ലാവരും ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ആഗ്രഹം കൊണ്ട് നമ്മളങ്ങ് ചെയ്തു തുടങ്ങും. 10-15 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ യൂട്യൂബിനെ പറ്റി കൂടുതൽ അറിയുന്നതും പഠിക്കുന്നതും. അപ്പൊ പഠിച്ചു വരുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം ഇട്ട വീഡിയോക്കൊക്കെ പണി കിട്ടി കാണും ഓൾറെഡി അവിടെ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സ്വന്തം വീഡിയോ കണ്ടന്റ് ആയിട്ട് ആദ്യം തന്നെ എടുത്തിടുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇടുന്ന വീഡിയോസിനകത്ത് ഈ പറഞ്ഞ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ചെയ്യേണ്ടത് ഡിലീറ്റ് ആക്കി കളയാന്നുള്ളതാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്കിന് ഡിലീറ്റ് ആക്കി കളയണ്ട, കുറേശ്ശെ നിങ്ങൾ നോക്കിയിട്ട്. ഇപ്പോൾ ഒരു 5-6 വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇന്ന് ഡിലീറ്റ് ആക്കുക, 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ചേക്കണം. ഒന്നിച്ച് ഡിലീറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും, ഇല്ലെങ്കിൽ ഒന്ന് ഫ്രീസ് ആവും. പക്ഷേ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതിൽ നല്ലല്ലേ
ഒന്ന് ഫ്രീസ് ആയെങ്കിലും നമുക്ക് ആ ചാനലിനെ കുറേ ചാനലുകൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ചിലത് തീരെ ഡെഡ് ആയി പോകും കേട്ടോ. അതല്ലാത്ത എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ റീയൂസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒന്നെങ്കിൽ അത് ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ അത് അൺലിസ്റ്റഡ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ ഡിലീറ്റ് ആക്കുകയാണ് ചെയ്തിട്ടോ. ഞാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാം. അത് യൂട്യൂബിൽ മനസ്സിലാവും കേട്ടോ. വാട്ടർമാർക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫിൽറ്റേഴ്സ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും നമുക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വന്നിട്ട് കോപ്പിറൈറ്റ് ഒക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മിസ്റ്റേക്കും കൂടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്ക് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചാനലിനെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.